പ്രചാരണമൊക്കെ നന്നായി പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇത് കുറച്ചൊരു നീണ്ടു പോകുന്ന ഒരു പ്രചരണമാണ്. നമ്മൾക്ക് മൊത്തത്തിൽ അവര് അനൗൺസ്മെന്റിന് ശേഷം 42 ദിവസമുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ കുറച്ച് ഓരോരോ ദിവസമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വെയിലത്തിൽ ഓടി നടക്കുന്നതും എളുപ്പമല്ല, പക്ഷെ അത് ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഇപ്പോ നേതാക്കളുടെയൊക്കെ സന്ദർശനമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലല്ല, ഞാൻ ജംഗ്ഷൻ വിസിറ്റ് അടക്കം ചെയ്തിട്ടുണ്ട്. ഓരോരോ പിന്നെ ചില അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് അപ്പോൾ ഉദാഹരണം ഇന്നാള് മിനിങ്ങാണ് സെന്റ് ജോസഫ് ഫീസ്റ്റ് ആയിരുന്നു. അപ്പൊ 2-3 പള്ളിയിൽ പോയി സന്ദർശിച്ച് അവിടെ എല്ലാവരും ഫീസ്റ്റ് കൂടി അവരെ കാണാനുള്ള അവസരമാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച വന്നാൽ പിന്നെ മസ്ജിദിൽ പോകാനോ, ഞായറാഴ്ച വന്നാൽ പള്ളിയിൽ പോകാനോ, അത് സാധാരണ എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്നതുപോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ കാലത്ത് നോമ്പ് നടക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം അവർ നോമ്പ് നിർത്തുമ്പോൾ ഓരോരോ വൈകുന്നേരം ഓരോരോ മസ്ജിദിൽ പോവുകയാണ്. ഇതൊക്കെ സ്വാഭാവികമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഇടയിൽ കൂടെ നേതാക്കളെയും പ്രധാനപ്പെട്ട വ്യക്തികളെ കാണാനും ഉപയോഗമുണ്ട്, അതും ചെയ്യുന്നുണ്ട്. ഓരോരു തിരുമേനിമാര്, ഓരോരു പ്രധാനപ്പെട്ട സാമൂഹ്യ നേതാക്കളെ അവരൊക്കെ കാണുന്നുണ്ട്. പക്ഷെ സമയമുണ്ട്, നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അവസാനത്തിൽ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഞാനിവിടെ 15 വർഷമായി പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പോൾ എല്ലാവരും ആദ്യത്തെ തവണ കാണുകയല്ലല്ലോ, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ അവർക്ക് ഓർമ്മപ്പെടുത്താൻ ആവശ്യമുണ്ടാവും ചില പുതിയ സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ. ഹാട്രിക് തികച്ചാണ് 4ാം മത്സരത്തിന് ഇറങ്ങുന്നത്. മനസ്സിലെന്താണ്? മനസ്സിന് വിജയം തന്നെയാണ്. പിന്നെന്താ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? പ്രധാന എതിരാളി ആരാണ് ഇവിടെ? അല്ല, രണ്ടുപേരും ഇതൊരു ത്രികോണ മത്സരം തന്നെയാണ്. എനിക്ക് അതിനെക്കുറിച്ച് എപ്പോഴും ഞാൻ ചൂണ്ടിക്കാണിക്കും. ഞാൻ സീറ്റ് എടുത്തത് CPI എന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ, പനിയൻ രവീന്ദ്രൻ തന്നെയായിരുന്നു സിറ്റിംഗ് MP ആ സമയത്ത്. അത് കഴിഞ്ഞ സീറ്റ് ഡിഫെൻഡ് ചെയ്യുമ്പോൾ 2 തവണ സെക്കൻഡ് സ്ഥാനത്ത് വന്നിരിക്കുന്നത് BJP ആണ്. അപ്പൊ രണ്ടുപേരും നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടത്, അതൊന്നും പ്രശ്നമില്ല. രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പ്രധാന പോരാട്ടം LDFും UDFും തമ്മിലാണ് എന്ന് പറയുന്നു. തിരുവനന്തപുരത്ത് ആരൊക്കെ തമ്മിലാണ് പോരാട്ടം? അല്ല, സംസ്ഥാനത്തുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് എനിക്കൊരു സംശയമില്ല. നമ്മൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നോക്കിയാൽ മറ്റേവരും ഒരു വലിയൊരു ഫോഴ്സാണ്. ആരായിരിക്കും അവസാനത്ത് രണ്ടാമത്തെ മൂന്നാമത്തെ, അത് അവരുടെ ഇടയിൽ തർക്കം ചെയ്യട്ടെ. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങളുടെ പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാനാണ്, മറ്റേവരുടെ കുറവിനെ കുറിച്ച് സംസാരിക്കാനല്ല. ഞാൻ അങ്ങ് ഈ 15 വർഷക്കാലവും എന്റെ രാഷ്ട്രീയ പെരുമാറ്റത്തിൽ ഞാൻ ഒരിക്കലും ആരെയും ആക്ഷേപിച്ചിട്ടില്ല. അത് ഇപ്പൊ ആരംഭിക്കാനും പോകുന്നില്ല. പലവരും ചില കാര്യങ്ങൾ അനാവശ്യമായിട്ടോ അടിസ്ഥാനമില്ലാത്ത പറഞ്ഞാൽ അതിനെ തർക്കിക്കാൻ നമ്മൾ നിൽക്കണം, അത് ചെയ്യുകയും ചെയ്യും. പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്ക് രണ്ടുപേരെയും ഒന്നും എതിർക്കാനില്ല. അവർ കാര്യങ്ങൾ ചെയ്യട്ടെ, അവർ ഗുണങ്ങൾ കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ എന്റെ ഭാഗത്ത് ആവശ്യമുള്ളത് ഞാനും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആദ്യ കഴിഞ്ഞ 2 ടേമിലെയും 3 ടേമിൽ നോക്കുകയാണെങ്കിൽ 1 ലക്ഷത്തിന് അടുത്ത് വരെ ഭൂരിപക്ഷം, പക്ഷെ 1 ലക്ഷം തേക്കാൻ വിരലിലെണ്ണാവുന്ന വോട്ടുകളുടെ കുറവ് വന്നിട്ടുണ്ട്. ഇത്തവണത്തെ പ്രതീക്ഷ എന്താണ്? അല്ല, ഈ തവണയും കൂടുന്നതാണ് സാർ. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് 1 ലക്ഷം അടിക്കോ? ഒരു പക്ഷേ താങ്കൾക്ക് ഓർമ്മയില്ല, കഴിഞ്ഞ തവണ 1,13,000 പിന്നെ അവർ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത ശേഷമാണ് കുറെ പോസ്റ്റൽ ബാലറ്റ്സ് എത്തിയത്. അത് 95% നമ്മളുടെ BJP എതിരാളിക്കായിരുന്നു. അങ്ങനെയാണ് ഞാൻ എന്റെ ഭൂരിപക്ഷം താണത്. ഇതുപോലെയുള്ള പോസ്റ്റൽ ബാലറ്റ്സ് വരും, നമുക്ക് അറിയില്ല എവിടുന്നാണ് വരാൻ പോണത്, അതും കൂടി പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവസാനത്തിൽ കഴിഞ്ഞ തവണത്തെ പോലെ അല്ലെങ്കിൽ അതിനെക്കാട്ട് കൂടുതൽ കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഒ രാജഗോപാൽ ശക്തമായ മത്സരമാണ് നടത്തിയത്. അതാണ് എനിക്ക് തോന്നുന്നത് ഈ മണ്ഡലത്തിൽ 3 തവണ നടന്നതിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അന്നായിരുന്നു. ഇപ്പോൾ അതിലും ശക്തനായ സ്ഥാനാർത്ഥി എന്നതാണ് BJP കേന്ദ്രങ്ങളുടെ, NDA കേന്ദ്രങ്ങളുടെ അവകാശവാദം. അങ്ങനെ കരുതുന്നുണ്ടോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് കരുതുന്നില്ല. അവർക്ക് ഒരു സന്ദേശമുള്ളത് മന്ത്രിയാണ്, അതുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. ഞങ്ങൾ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മന്ത്രി ആവില്ല. കാരണം അവരുടെ ഭരണം വരാൻ പോകുന്നില്ല എന്ന് ഉറപ്പാണ്. അവരെന്നെ പോയിട്ട് ഇപ്പോൾ അവർ തള്ളിയ ഘടകകക്ഷികളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് അവരിപ്പോ. അവർക്ക് നല്ല ഭയമുണ്ട് ഇവർക്ക് ഈ തവണ ഭൂരിപക്ഷം ഇല്ല എന്ന്. പക്ഷെ ഒരു 400+ ആണല്ലോ പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ പറയണത്. നിങ്ങളൊരു BJP-കാരനോട് ചോദിച്ചോളും, ചൂണ്ടിക്കാണിക്കൂ ഏത് സംസ്ഥാനത്തിലാണ് നിങ്ങളുടെ സീറ്റുകൾ കൂടാൻ പോകുന്നത്. അവർക്ക് ഒരു സംസ്ഥാനം ചൂണ്ടിക്കാണിക്കാനില്ല, ഒരൊറ്റൊന്ന്. എല്ലാവരുടെയും താഴെ പോകാനുള്ള സാധ്യതയുള്ളൂ. കാരണം 2019 അവർ ശക്തമായി മത്സരിക്കുന്ന എല്ലാ സംസ്ഥാനത്തിലും കിട്ടാനുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി അവിടെ കിട്ടാൻ സ്ഥലമില്ല, സീറ്റില്ല, താഴെ പോകാനേ സാധ്യതയുള്ളൂ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. 15 വർഷം എന്ത് ചെയ്യുന്നു എന്ന് BJP സ്ഥാനാർത്ഥി ചോദിക്കുന്നത്, എന്താ മറുപടി 68 പേജിന്റെ റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട്. വായിക്കട്ടെ, എന്താ വായന പഠിപ്പിച്ചില്ലായിരിക്കും, വായിച്ച് വളരുന്നല്ലേ. അവര് വായിച്ചാൽ അവരും കുറച്ച് വളരും. അത്രയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ നാട്ടില്. നിങ്ങൾക്കറിയാം, ജനങ്ങൾക്കറിയാം, നാഷണൽ ഹൈവേ ബൈപ്പാസ് കൊണ്ടുവന്ന് ഞാനായിരുന്നു. അത് ഈ BJP സർക്കാർ വരുന്ന മുമ്പ്. പക്ഷെ അതിനെ പൂർത്തിയാക്കണം കൂടി ഞാൻ എല്ലാ സ്റ്റേജിലും ജനങ്ങളൊപ്പം നിന്നിട്ടാണ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് ടെക്നോ പാർക്കിൽ കൊണ്ടുവന്ന ഓരോരോ വികസനങ്ങളും ഞാൻ കൊണ്ടുവന്ന കമ്പനികളും ഇപ്പോൾ നല്ലോണം പഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെയിൽവേയിൽ പല സ്റ്റോപ്പേജുകളും പല ഇംപ്രൂവ്മെന്റ്സും ഞാനാണ് കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് എന്റെ ആദ്യത്തെ ടേമിൽ പാറശാലയിലും കിഴക്കൂട്ടത്തും ട്രെയിൻ നിൽക്കാത്ത സ്ഥിതിയിൽ ഞാനാണ് നിർത്തിപ്പിച്ചത്. അത് അവിടുത്തെ ഡൽഹിയിലെ സ്വാധീനം ഉപയോഗിച്ചിട്ടും.
ഇപ്പൊ കൂടി ആവശ്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ ജനങ്ങളൊപ്പമുണ്ട്. ജനങ്ങൾ ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടും അവർക്ക് ഞാൻ സഹായം കൊടുക്കാനുണ്ട്. പക്ഷെ അത് മാത്രമല്ല പറയേണ്ടത്. ഈ 15 വർഷക്കാലം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്ത് വികസനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരേ സമയത്ത് എന്റെ രാഷ്ട്രീയ നിലപാട് നോക്കണം. ഞാൻ പാർലമെന്റിലും ദേശീയ വേദികളിലും അന്താരാഷ്ട്രീയ വേദികളിലും തിരുവനന്തപുരത്തെ ശബ്ദം കേൾപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ നിങ്ങൾ തിരുവനന്തപുരത്ത് നാം പറഞ്ഞാൽ കൂടി ചിലർ പറയും, ഓ ഇദ്ദേഹത്തിന്റെ സ്ഥലമല്ലേ. അതിന്റെ അർത്ഥം നമ്മൾ പറയാനുള്ളത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ജനങ്ങളുടെ മനസ്സിൽ. എന്താണ് ഈ രാജ്യത്തിന്റെ ഭൗസ്വരത, എങ്ങനെയാണ് കേരളക്കാർ ജീവിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഭാവി, നമ്മുടെ ചെറുപ്പക്കാരുടെ ഭാവി കാണേണ്ടത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ എല്ലാറ്റിലും ഞാൻ ഒരു ശബ്ദമായി മാറി വന്നതും അത് കേരളക്കാർക്കും എന്റെ പ്രതിനിധിത്വം കൊടുക്കുന്ന തിരുവനന്തപുരം നിവാസികൾക്ക് ഗുണം ചെയ്തതാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വോട്ട് ആവശ്യപ്പെടും. നല്ല വെയിലുണ്ട്. എങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൂടി. ശശി തരൂർ വിശ്വ പൌരനാണ്. അപ്പോൾ തരൂരിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയിരിക്കുന്നത്. താങ്കൾ പിടിക്കുന്ന വോട്ടുകൾ തന്നെയാണ് അവരും ലക്ഷ്യം വെക്കുന്നത്. അതിനപ്പുറം സാധാരണക്കാർ കൂടി ഉൾപ്പെടുന്ന മണ്ഡലമാണല്ലോ. പന്ന്യൻ രവീന്ദ്രനൊപ്പം പോകുമോ എന്നൊരു സംശയമുണ്ടോ? ഞാനും സാധാരണക്കാരുടെ വോട്ട് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നോക്കി, എന്റെ ജീവിതത്തിൽ ഞാനൊരു കാര്യം, അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനാണ്. ഞാൻ ജീവിതത്തിൽ ബിസിനസ് ഇറങ്ങിയിട്ടില്ല, ബിസിനസ് ചെയ്തിട്ടില്ല. എന്റെ പ്രവർത്തനം നിങ്ങൾക്കറിയാം, ഐക്യരാജ്യസഭയിലായിരുന്നു, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനായിട്ടാണ്. ഈ 2 വഴിക്കാണ് എന്റെ ലോകം എന്നെ അറിയപ്പെടുന്നത്. എനിക്ക് വേറെ ഒരു കച്ചവടമോ വേറെ ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളെ ഒരുമിച്ച് ഒരേ വാചകത്തിൽ പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളും എന്റെയും വേറെ വേറെയാണ്. രണ്ടാമത്, നിങ്ങൾക്ക് വിശ്വപൗരൻ പറയുന്നത്, ഞാൻ ഭാരതീയ പൗരനാണ്. ഞാൻ വിദേശത്തിൽ ഇത്ര താമസിച്ചിട്ടും കൂടി ഒരിക്കലും ഒരു വിദേശ പാസ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടില്ല, അപ്ലൈ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും ഇന്ത്യനായിട്ടാണ് എല്ലാവിടെയും പോയത്, ഭാരതീയനായിട്ടാണ് മടങ്ങി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഒരൊറ്റ കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ എന്നാളും കൂടി ആരോ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ എന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു സാധാരണ കുടുംബത്തിന് വളർന്നതാണ്. എന്റെ അച്ഛന്റെ അച്ഛൻ അദ്ദേഹത്തിന് 10 വയസ്സായിരിക്കുമ്പോൾ അച്ഛനെ നഷ്ടപ്പെട്ടു. അപ്പോൾ എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് പഠിച്ച് ചെരുപ്പില്ലാതെ 8 കിലോമീറ്റർ പഠിക്കാൻ സ്കൂളിൽ പോയി ഗ്രാമദേശത്തിൽ വളർന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം നന്നായത്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹായത്തോടെ ഇംഗ്ലണ്ടിൽ പോയി, പിന്നെ അവിടെ പഠിച്ചു, അവിടെ ജോലി ആരംഭിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇംഗ്ലണ്ടിൽ ജനിച്ചത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന അദ്ദേഹം എപ്പോഴും ഒരു ശമ്പളക്കാരനായിരുന്നു. പൂർണ്ണ ജീവിതം ശമ്പളക്കാരനായിട്ടാണ് ജീവിച്ചത്. ഞാൻ വിദേശത്ത് പോയത് സ്കോളർഷിപ്പ് എടുത്തിട്ടാണ്. അത് മാത്രമല്ല, ടിക്കറ്റിന് എന്റെ അമ്മയ്ക്കും അച്ഛനും കാശില്ലാത്ത കാര്യം ഞാൻ കടമെടുത്തിട്ടാണ് ടിക്കറ്റ് മേടിച്ചു പോയത്. ഞാൻ ഏതൊരു ഊക്കൻ പണക്കാരന്റെ മകനൊന്നുമല്ല. എന്റെ ജീവിതം ഒരു ഉദാഹരണമാണെങ്കിൽ അത് പ്രവർത്തനത്തിന്റെ ഹാർഡ് വർക്ക് ആണ് എന്റെ മുദ്രാവാക്യം. ഞാൻ എന്റെ ഇതുവരെ എല്ലാം ചെയ്തതും ഒരു മനുഷ്യൻ എനിക്ക് തന്നിട്ടല്ല, ഞാൻ പ്രവർത്തിച്ചിട്ട് എടുത്തതാണ്. എല്ലാറ്റിലും ഇവിടെ കൂടി എന്നെ ആരും രാജ്യസഭയിൽ കൊണ്ട് ഇരുത്തിയില്ലല്ലോ. ജനങ്ങളുടെ വിശ്വാസം എടുത്തിട്ടില്ല ഞാൻ വന്നിരിക്കുന്നത്. ആ സ്ഥിതിയിലാണ് ഞാൻ എപ്പോഴും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. വിദേശകാര്യമന്ത്രി എന്നൊരു ആഗ്രഹമാണ് ബാക്കി എന്ന് പറഞ്ഞിരുന്നു. ബിജെപി അധികാരത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. വിദേശകാര്യമന്ത്രിയാവോ? ആ സ്വപ്നം എന്റെ കയ്യിലല്ലല്ലോ. നമ്മളുടെ സർക്കാർ വരുമ്പോൾ നോക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.